ഭാഗം അതിൻ്റെ അടുത്ത 2 വാക്യങ്ങളാണ്. ഞാൻ പലപ്പോഴും ഒന്ന് കാണിക്കാമോ? യെസ് സഹോദരന്മാരെ, അതിന് 18 19 വാക്യം, 18 and 19. യെസ്, ആമേൻ, 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 ആമേൻ. മതി, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. പ്രൈസ് കർത്താവേ, ഞങ്ങൾക്ക് നൽകപ്പെട്ട ഈ നല്ല വചനത്തിനായിട്ട് തിരുനാമത്തെ വാഴ്ത്തുന്നു. പിതാവേ, സഭയുടെ ഗുണീകരണത്തിനായി, ഞങ്ങളുടെ ആത്മീയ വർധനവിനായി, ഞങ്ങളുടെ ശുദ്ധീകരണത്തിനായി, ഞങ്ങളെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കേണ്ടതിനായിട്ട് നൽകപ്പെട്ട ദൈവത്തിൻ്റെ വചനം അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി പ്രവർത്തിപ്പാനായിട്ട് സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണമേ. വചനം മുൻപാകെ ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു. റിസപ്റ്റീവായിട്ട് റിസീവ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് കൂടി റിസീവ് ചെയ്യുവാനായിട്ട് പ്രാർത്ഥനയോടെ ആയിരിക്കാനായിട്ട് അങ്ങ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. അപ്പോൾ അടിയനെ സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നൽകപ്പെട്ട ദൈവത്തിൻ്റെ ആലോചനകൾ, ചിന്തകൾ അത് ഐശ്വര്യമായി പറയുവാൻ അടിയനെ നാവിനെ ബലപ്പെടുത്തണം. എൻ്റെ ഹൃദയത്തിൽ ദൈവിക ചിന്തകൾ നൽകി സഹായിക്കണമേ. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവ് പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേക ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. വളരെ വേദനയുടെ വാക്കുകളാണ്. ഹല്ലേലൂയ. വളരെ വേദനയോടെ ഫിലിപ്പിയ സഭയ്ക്ക് പൗലോസ് പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ചിന്തിപ്പാൻ തക്കവണ്ണം, ഇതിനോട് ചേർന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ തന്ന ചിന്ത ഇതാണ്. സ്തോത്രം. ദൈവം നമ്മളെ അഭിഷേകം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്തോത്രം. കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ അഭിഷേകം പകരപ്പെട്ടത് കൊണ്ട്, നൽകപ്പെട്ടത് കൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഹല്ലേലൂയ. അപ്പം അതാണ് ഇന്ന് പകലിൽ ചിന്തിപ്പാൻ തക്കണം, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്ന വേദഭാഗം ഇതാണ്. അഭിഷേകം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് നൽകപ്പെട്ടിരിക്കുന്നത്? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. വളരെ ഡീപ്പായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഡീപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത്ര ഡീപ്പിലേക്ക് പോകാനുള്ള എനിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും ആനുകാലികമായിട്ട് ഒത്തിരി പ്രസക്തിയുള്ള ഒരു വേദഭാഗമാണ് ഞാൻ സംസാരിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്ന കാര്യം. ഇതിനകത്ത് 1-2 വാക്കുകൾ പറയുന്നു. അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. പിന്നെ ചിലർ ലജ്ജയായതിൽ മാനം തോന്നുന്നു. ചിലർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള 2-3 വാക്കുകൾ പൗലോസ് വളരെ വേദനയോടെ ഇവിടെ പറയുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഈ അഭിഷേകം, ഇതെല്ലാം അഭിഷേകത്തിലും കൃപാവരങ്ങളിലുമൊക്കെ നടക്കപ്പെടുന്ന ശുശ്രൂഷയുടെ ഭാഗമായിട്ട് കാണപ്പെടുന്ന കാര്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അഭിഷേകം കർത്താവ്, ദൈവം നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത നൽകിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ എടുക്കാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നമുക്ക് ഈ വർഷം ദൈവം തന്ന ദൈവത്തിൻ്റെ വാക്കിൽ നമ്മൾ മറന്നു പോകല്ലേ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഈ ഒരു വർഷം നിങ്ങൾ വ്യക്തിപരമായി തന്നതല്ല, സഭയ്ക്ക് നൽകപ്പെട്ട ദൈവത്തിന് വചനമുണ്ട്. ഓർമ്മയുണ്ടോ എന്ത് വചനമാണെന്ന്? എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, ഇല്ലേ? എന്നിട്ട് ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. അപ്പോൾ 2 കാര്യം ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ സന്തോഷിക്കണം. മറ്റൊന്ന്, നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്ന് പകലിൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിയാത്ത ഏതെങ്കിലും മേഖലകളിൽ, അല്ലെങ്കിൽ നമുക്ക് സന്തോഷിപ്പാൻ തക്കവണ്ണം ദൈവം ആ അനുഭവത്തെ നൽകപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ സന്തോഷം നൽകി, അല്ലെങ്കിൽ ആ സന്തോഷത്തിൻ്റെ അനുഭവത്തെ പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയാത്ത ഏതെങ്കിലും മേഖലകൾ പിശാച് കൊണ്ടുവരുന്നുവെങ്കിൽ നമ്മൾ അധികാരത്തോടെ അതിനുമേൽ ജയം എടുത്തുകൊണ്ട് ഇതിന് എൻ്റെ സന്തോഷത്തെ കെടുക്കുവാൻ കഴിയുകയില്ല, എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ സന്തോഷത്തെ എടുത്തു മാറ്റുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം കഴിയണം. മറ്റൊന്ന്, നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരായി തീരുമാനമാകണം. അല്ലേ? ഒന്ന് നമ്മൾ അനുഭവിക്കേണ്ടുന്നത്, മറ്റൊന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ഇത് 2ഉം നമ്മൾ വിട്ടു. ഇതാണ് നമ്മളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. അത് ഈ ഒരു വർഷത്തേക്ക് ദൈവം തന്ന വചനമാണ്. പിന്നീട് പറയുന്നു, എന്ത് പറയുന്നേ? നിങ്ങൾ ആത്മാവിനെ കെടുക്കരുത്. അല്ലെങ്കിൽ നമ്മൾ പറയും, ഞാൻ പരിശുദ്ധാത്മാവിനെ കെടുക്കുകയില്ല. പിന്നെ പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. ഹല്ലേലൂയ. പിന്നെന്താ പറയുന്നത്? എല്ലതും ശോധന ചെയ്യണം, നല്ലത് മുറുകെ പിടിക്കണം, ഒരു ദോഷത്തിൽ നിന്ന് വിട്ടകലുവിൻ, അല്ലേ? എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടകലണം. ഇതാണ് നമുക്ക് നൽകപ്പെട്ട ദൈവത്തിൻ്റെ വചനം. ഇത് നമ്മൾ പ്രവൃത്തി പദങ്ങളിൽ ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ സഭയായി നമ്മൾ ഓരോ ദിവസവും
ഓരോ ദിവസവും ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ സന്തോഷപ്പെടാൻ തക്കവണ്ണം കഴിയാത്ത അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നമ്മൾ ദൈവസഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ വ്യക്തിപരമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം സന്തോഷം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ എടുത്തു മാറ്റുവാൻ പിശാചിനെ നിങ്ങൾ അനുവദിക്കരുത്. ശത്രുവിൻ്റെ ഒരു പദ്ധതികളെയും നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും കുഞ്ഞുങ്ങളുടെ ബന്ധത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും നമ്മൾ സന്തോഷം അനുഭവിക്കേണ്ടുന്നവരാണ്. ആ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഏതെങ്കിലും മേഖലകളിൽ ആ ഒരു സന്തോഷത്തെ പ്രാപിപ്പാൻ അനുഭവിപ്പാൻ കഴിയാതെ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സഭയാകുന്ന നമ്മൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആയതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് അത് ഞങ്ങളൊന്ന് പറയണം. കാരണം ഇത് ശത്രുവിൻ്റെ വലിയൊരു വെല്ലുവിളിയാണ്. നമ്മൾ എല്ലായ്പ്പോഴും ഈ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ കടത്താതെ നമ്മളെ ഇങ്ങനെ സ്തോത്രം അങ്ങനെ നമ്മളെ ദണ്ഡിപ്പിക്കുന്നത്. അതിനാൽ നമുക്ക് ജയമെടുപ്പാൻ കഴിയുമാറാകട്ടെ. ഈ ഒരു വർഷം നമ്മൾ അതിന്മേൽ ജയമെടുക്കും. തീർച്ചയായിട്ടും നമ്മളത് ജയമെടുക്കും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ സ്തോത്രം 1-2 വേദഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. കാരണം ഇതിനകത്ത് 2-3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, എന്താണ് ആത്മസ്നാനം, എന്താണ് കൃപാവരങ്ങൾ, എന്താണ് അഭിഷേകം. ഇതൊക്കെ നമ്മൾ എല്ലായ്പ്പോഴും പറയപ്പെടുന്ന വാക്കുകളാണ് ഇല്ലേ? ആത്മസ്നാനം, പരിശുദ്ധാത്മാവ്. നമ്മൾ കൂടുതലും ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് അഭിഷേകം എന്നൊരൊറ്റ വാക്കാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും കൃപാവരമായാലും ആത്മസ്നാനമാണെങ്കിലും അഭിഷേകമാണെങ്കിലും ഇതെല്ലാത്തിനും നമ്മൾ ഒറ്റ വാക്കാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്. അഭിഷേകം അത് തെറ്റൊന്നുമല്ല. കാര്യം അതൊരു അഭിഷേകത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മാവിൻ്റെ അനുഭവങ്ങളാണ് ഇതെല്ലാം. പക്ഷേ അപ്പോൾ തന്നെ ഇതിനൊക്കെ അല്പം വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം. കൃപാവരം എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അഭിഷേകം എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആത്മസ്നാനം എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഇതൊക്കെ ആരാണ് നമുക്ക് നൽകി തരുന്നത് അതും അറിഞ്ഞിരിക്കണം. പ്രൈസ് ഗോഡ്. അല്ലേ? മനസ്സിലായി? ഇതൊക്കെ ആരാണ് നമുക്ക് നൽകി തരുന്നത്? സ്തോത്രം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അതാണ് ഇന്ന് എനിക്ക് തോന്നുന്നത്. അത് മാത്രമേ ഇന്നൊരു പക്ഷേ പറയാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നു. എങ്കിലും അടുത്ത ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ തുടർന്നും സഹായിക്കുമാറാകട്ടെ. അതിനടുത്ത് ഒരു വാക്യം നിങ്ങൾ വായിക്കണം. പ്രൈസ് ഗോഡ്. നിങ്ങൾ വായിക്കേണ്ട ഭാഗം 1 കൊരിന്ത്യർ ചാപ്റ്റർ 12 അതിൻ്റെ 11-ാമത്തെ വാക്യം, വേഴ്സ് 11. നമ്മൾ ആ ഭാഗം പിന്നീട് വീണ്ടും ചിന്തിക്കും. എങ്കിൽ തന്നെയും ആ ഒരൊറ്റ വാക്യം മാത്രം. 1 കൊരിന്ത്യർ ചാപ്റ്റർ 12. ആമേൻ. സ്തോത്രം. ഇവിടെ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മ. ഇവിടെ വരം എന്ന് പറയുന്നത് കൃപാവരങ്ങൾ. ഓക്കെ. അപ്പം നമുക്ക് കൃപാവരങ്ങളെ നൽകുന്നത്, പകുത്ത് നൽകുന്നത് ആരാണ്? ആരാ നൽകുന്നത്? അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഒരേ ആത്മാ. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവാണ് നമുക്ക് കൃപാവരങ്ങളെ പകുത്ത് നൽകുന്നത്. ഓക്കെ. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപാവരങ്ങളെ പകുത്ത് നൽകുന്നു. നമുക്ക് സ്തോത്രം ഡിവൈഡ് ചെയ്ത് തരുന്നു. ഡിവൈഡ് ചെയ്ത് തരുന്നു. ചിലർക്ക് 1 തന്നേക്കാം, ചിലർക്ക് 2 കൊടുത്തേക്കാം, ചിലർക്ക് 3 കൊടുത്തേക്കാം, ചിലർക്ക് 9 കൊടുത്തേക്കാം, ചിലർക്ക് 5 കൊടുത്തേക്കാം. ഇതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ്. ഒരു ദൈവദാസനല്ല ഇതിൻ്റെ എല്ലാം കൺട്രോള്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സ്തോത്രം ഇതിൻ്റെ മേൽ സ്തോത്രം പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും വരങ്ങളെ, കൃപാവരങ്ങളെ പകുത്ത് നൽകുന്നു. അത് ഒന്നും. ഇനി അടുത്ത ഒരു ഭാഗം. അപ്പം ഇത് കൃപാവരങ്ങളെ നൽകുന്നത് ആരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അല്ലെ? 2-ാമത്തെ ഭാഗം സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 3 വേഴ്സ് 16. എടുത്തോ? ആമേൻ. യെസ്. ആമേൻ. 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 അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. യോഹന്നാൻ സ്നാപകൻ ഇവിടെ അവൻ എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? യേശു ക്രിസ്തു. അപ്പോൾ ഇവിടെ ഇവിടെ യോഹന്നാൻ പറയുകയാണ്, യേശു ക്രിസ്തു നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സ്നാനം കഴിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മാ സ്നാനം നമുക്ക് നൽകുന്നത് ആരാണ്? പരിശുദ്ധാത്മ സ്നാനം നൽകുന്നത് ആരാണ്? പരിശുദ്ധാത്മ സ്നാനം നമുക്ക് നൽകി തരുന്നത് യേശു ക്രിസ്തു. അപ്പം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമെന്നോ പരിശുദ്ധാത്മാ സ്നാനമെന്നോ പറയുമ്പോൾ അത് നമ്മളിൽ നൽകി തരുന്നത്, നമുക്ക് ലഭിക്കുന്നത്
യേശു ക്രിസ്തുവിലൂടെ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവാണ് നമുക്ക് നൽകി തരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞു കൃപാവരങ്ങൾ. ആരാ കൃപാവരങ്ങൾ നൽകി തരുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളെ കൃപാവരങ്ങളാൽ നിറയ്ക്കുന്നു. അത് ആത്മാവിന് ഇഷ്ടമനുസരിച്ച് അത് പകുത്തു നൽകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമത് പറഞ്ഞു യേശു ക്രിസ്തു നമ്മളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മളതിന് പരിശുദ്ധാത്മാഭിഷേകം എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം നമുക്ക് നൽകി തരുന്നത്, സ്തോത്രം, ആരാണ്? യേശു ക്രിസ്തു. ഇനി മൂന്നാമത്തെ ഒരു ഭാഗമുണ്ട്, അതാണ് ഇനി അഭിഷേകം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് 2 Corinthians chapter 1 verse 21. Praise God. ആമേൻ. നമ്മളെ അല്ലെങ്കിൽ ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ഇവിടെ ദൈവം എന്ന് പറയുന്നത് പിതാവാം ദൈവം. ക്രിസ്തുവിൽ നമ്മളെ ഉറപ്പിക്കുന്നതും നമ്മൾ അഭിഷേകം ചെയ്യുന്നതും പിതാവാം ദൈവം. ഇവിടെ 3 വാക്കുകളാണ് നമ്മളിവിടെ കണ്ടേ. ഒന്ന് കൃപാവരങ്ങൾ, മറ്റൊന്ന് ആത്മസ്നാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനുള്ള സ്നാനം, 3 അഭിഷേകം. അല്ലല്ലേ? ഇനി ഞാൻ സഭയായി ഇത് നമ്മളൊരു എന്താ പറയുക, എൻ്റെ ഉള്ളിൽ ശക്തമായി നൽകി തന്ന ഒരു നിയോഗത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു വേദഭാഗം എടുത്തിരിക്കുന്നത്. പ്രേക്ഷകർ, ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഇനി ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോകല്ലേ, അല്ലേ? അപ്പം ഇത് 3 ഒന്നല്ല, ഇത് 3 അപ്പം ഇത് നൽകി തരുന്നതും ഇതെല്ലാം ത്രിയേക ദൈവമാണ്, ഒന്ന് തന്നെയാണ്. പക്ഷേ അപ്പോൾ തന്നെ ഇത് ഇങ്ങനെയാണ് ദൈവമാക്കി വെച്ചിട്ട് വ്യവസ്ഥ. ഇത് എന്തുകൊണ്ടാണെന്നൊന്നും നമുക്ക് ചോദിക്കാനായിട്ട് വഴിയില്ല, പക്ഷേ ഇതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റെഫറൻസ് സഹിതം ഇത് എടുപ്പാൻ കൂടിയ തിരുമാറായ കാര്യമെന്ന് പറയുന്നത്. അപ്പം ഒരു കാര്യം ഇപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ആരാണ് നമ്മളെ അഭിഷേകം ചെയ്യുന്നത്? ആരാണ് നമുക്ക് ആത്മസ്നാനം നൽകി തരുന്നത്? ആരാണ് ആത്മസ്നാനം നൽകി തരുന്നത്? യേശു ക്രിസ്തു. യേശു ക്രിസ്തുവാണ് നമുക്ക് ആത്മസ്നാനം നൽകി തരുന്നത്. ഇനി ആരാണ് നമ്മളെ കൃപാവരങ്ങളെ കൊണ്ട് നിറയ്ക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളെ കൃപാവരങ്ങൾ. ആരാണ് നമ്മളെ അഭിഷേകം ചെയ്യുന്നത്? പിതാവാം ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഇത് മൂന്നും ത്രിയേക ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇത് 3 ത്രിയേക ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ സഭയിൽ നമ്മളെല്ലാവരും ആത്മാവിനാൽ നിറയപ്പെട്ടവർ, ആത്മസ്നാനം പ്രാപിച്ചവരായി, കൃപാവരങ്ങളാൽ നിറയപ്പെട്ടവരായി, അഭിഷേകത്താൽ നിറയപ്പെട്ടവരായി, സ്തോത്രം, അങ്ങനെ ആത്മാവിൻ്റെ ഫലങ്ങളെയും ആത്മാവിൻ്റെ പ്രവർത്തികളെയും ആത്മാവിൻ്റെ വരങ്ങളെയും പ്രദർശിപ്പിക്കുന്നവരായി കൃപകളെ കൊണ്ട് നിറയപ്പെടുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഈ സഭയായ നമ്മളോട് കരുണ കാണിക്കട്ടെ, മനസ്സലിവ് കാണിക്കട്ടെ. ഇത് സ്തോത്രം, കൊരിന്ത്യർ സഭയെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ കൃപാവരങ്ങൾക്കൊന്നും ഒരു കുറവുമില്ലാത്ത സഭയെന്നൊക്കെ സ്തോത്രം പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിൽ പഠിപ്പിക്കുമ്പോൾ ഈ സഭയും അതുപോലെ ഒരു കൃപാവരങ്ങൾക്കും കുറവില്ലാതെ, ഒരു വ്യക്തി പോലും ആത്മസ്നാനം പ്രാപിക്കാത്തവരായി ഇല്ലാതെ എല്ലാവരിലേക്കും ശക്തമായ ദൈവത്തിൻ്റെ അഭിഷേകം പകരപ്പെട്ട ഒരു ശക്തിയേറിയ ദൈവകൃപ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ഹിതപ്രകാരം പണിയപ്പെടുന്ന ഒരു സഭയായി തീരുമാനാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ സ്തോത്രം കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ ഉണ്ടാകണം, അതിൻ്റെ പ്രദർശനങ്ങൾ ഉണ്ടാകണം, അതിൻ്റെ പ്രവർത്തികൾ ഉണ്ടാകുമാറാകണം. അപ്പോൾ തന്നെ അഭിഷേകത്തിന് ഒരു വലിയ കവിഞ്ഞൊഴുക്ക് ഈ സഭയിൽ, വ്യക്തികളിൽ, കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ വ്യാപരിപ്പാൻ നമ്മുടെ തീരുമാനാകണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അത് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്ന കാര്യം വളരെ നല്ലതാണ്. ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം, അടുത്തൊരു ചോദ്യം, ഇതൊക്കെ നമുക്ക് നൽകി തരുന്നു ഇല്ലേ? ഇതൊക്കെ നൽകി തരുന്ന ഒരു ചോദ്യം ഇതാണ്, ഇത് എന്തിനാണ് ദൈവം നൽകി തരുന്നത്? ഹല്ലേലൂയ. ഇത് നീ പിടിച്ചോ, ഇത് നീ പിടിച്ചോ, ഇത് നീ പിടിച്ചോ, നീ എടുത്തോ, ഇത് ഈ കുടുംബത്തിന്, ഇത് ആ കുടുംബത്തിന്. ഇതാണോ ദൈവത്തിൻ്റെ വ്യവസ്ഥ? ഇതാണോ ദൈവത്തിൻ്റെ വ്യവസ്ഥ? ഇങ്ങനെ അങ്ങ് കൊടുക്കുകയാണോ ദൈവം ചെയ്യുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. ഇതിൻ്റെയൊക്കെ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തന്നെ കാര്യം തന്നെ എടുത്തു. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ സ്തോത്രം ഒത്തിരി എഫേർട്ട് ഇട്ട്, ഒത്തിരി പ്രാർത്ഥിച്ച്, ഒത്തിരി ഇനിഷ്യേറ്റീവ് ഒക്കെ എടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പഠിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവരുന്നു ഇല്ലേ? നമ്മൾ നഴ്സറി മുതൽ നോക്കിക്കോ, ഇത് ജസ്റ്റ് ഒരു ദിവസം സമയം നഴ്സറി മുതൽ അല്ലേ, അല്ലെങ്കിൽ അതിന് മുന്നമേ തന്നെ. ഇപ്പോൾ തന്നെ എനിക്കറിയാം, ചില വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സ്തോത്രം 1 വയസ്സൊക്കെ ആയുള്ളൂ എങ്കിൽ പോലും കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ 1 വയസ്സ് 1.5 വയസ്സ് ഇപ്പോഴൊക്കെ ആൽഫബറ്റും നമ്പേഴ്സും എല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുത്ത്, വാക്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒക്കെ സ്തോത്രം അവരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പേരൻ്റ് എന്ന നിലയിൽ ഒത്തിരി ആഗ്രഹമുണ്ട്, ഒത്തിരി ഉദ്ദേശമുണ്ട് അല്ലേ? ആഗ്രഹമുണ്ട് എന്തായാലും.
തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് ഇല്ലേ? എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി ആഗ്രഹമുണ്ട്. സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇനി കുഞ്ഞുങ്ങളില്ലാത്തവരാണെങ്കിലും അവർക്ക് കുഞ്ഞുങ്ങളെ പറ്റി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഭാഗമാണ്. ഹല്ലേലൂയ. ഇനി ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഈ ആഗ്രഹം നമ്മൾ ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് കാണുവാൻ തക്കവണ്ണം ഒത്തിരി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. ആണോ അല്ലയോ? ഇപ്പം ഒരു സ്കൂൾ കഴിഞ്ഞു, കോളേജ് കഴിഞ്ഞു, യൂണി കഴിഞ്ഞു. സ്തോത്രം. ചിലർ നമ്മൾ മെഡിസിൻ വിടുന്നു, ചിലർ എഞ്ചിനീയറിംഗ് വിടുന്നു, ചിലർ അവർക്ക് ഇഷ്ടമുള്ള മറ്റ് മേഖലകളിലേക്ക് നമ്മളവർ പറഞ്ഞു വിടുന്നു. നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും ഒക്കെ അവർ ഏത് മേഖലയിലേക്കാണോ ഓപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവിടെ അവർ നല്ല നിലയിലായി വരണം ഇല്ലേ? അവരോട് എക്സൽ ആകണം. അതാണ് നമ്മുടെ ആഗ്രഹം ഇല്ലേ? അത് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നത് കേൾക്കണം, നമ്മളെ കെയർ ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ ലിസൺ ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ആഗ്രഹത്തിന് അല്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിലൊന്നും പോകാതെ അവരുടെ ജീവിതം നയിക്കണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് നൽകിയ ദാനമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മളവർ വളർത്തിയെടുക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒത്തിരി എക്സ്പെക്റ്റേഷനാണ്. നമ്മളിത് കൊടുക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെയാണ് കൊടുക്കുന്നത്. നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അവരിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മൾ എഴുതി വെച്ചിട്ടൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അതുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ലിസൺ ചെയ്യാതെ പോകുമ്പോൾ നമുക്ക് വേദന ഉണ്ടാക്കുന്നത്. നമുക്ക് എക്സ്പെക്റ്റേഷൻ ഇല്ലെങ്കിൽ നമുക്ക് വേദന ഉണ്ടാകത്തില്ല അല്ലേ? നമ്മൾ മറ്റു കുഞ്ഞുങ്ങളെ പറ്റി നമുക്ക് വേദനയോടെ ഉണ്ടാകും. പ്രാർത്ഥിക്കുമെന്നതിലുപരിയായി നമ്മുടെ സ്വന്തം കുഞ്ഞിന് പറ്റി ഭാരപ്പെടുന്നത് പോലെ ഒരു പക്ഷേ മറ്റൊരു കുഞ്ഞിനെ പറ്റി നമ്മൾ വേദനപ്പെടുവാൻ അത് മാനുഷികമായിട്ട് നടന്നു വരും, പക്ഷെ വരികയില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാതെ തന്നെ, നമ്മൾ കുഞ്ഞുങ്ങളോട് പോലും പറയാറില്ല ഇതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഞാൻ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങളും അപ്രകാരമാണെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നമ്മളിതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ചെയ്യണം, നമ്മളങ്ങ് കൊടുക്കുകയാണ്, നമ്മളിതെല്ലാം കൊടുക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. പക്ഷേ നമ്മൾ അവരോട് പറയാതെ തന്നെ അവരിൽ നിന്ന് നമ്മൾ ഒത്തിരി കാര്യം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഈ കുഞ്ഞുങ്ങൾ മുൻപോട്ട് പോകുന്നില്ല എങ്കിൽ നമുക്ക് ഒത്തിരി വേദനയാണ് അല്ലേ? ഒത്തിരി വേദനയല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുത്തിയിരിക്കും, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ ഉപവസിക്കും, ദേവദാസന്മാരെ വിളിക്കും, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, സഹോദരങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. കാരണം സ്തോത്രം, നമുക്ക് ഭയങ്കര വേദനയായി, ഡീപ്പ് വേദനയായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്, നമ്മുടെ വളരെ ആഴത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആയതുകൊണ്ട് നമുക്ക് അതുണ്ടാകും. എന്നതുപോലെ തന്നെ ദൈവവും, ത്രിയേക ദൈവം, അത് പുത്രനായാലും പരിശുദ്ധാത്മാവായാലും പിതാവായ ദൈവമായാലും, ഹല്ലേലൂയ, നമ്മളിലൊക്കെ ഈ ആത്മാവിനെ പകരപ്പെടുമ്പോഴും കൃപാവരങ്ങളെ കൊണ്ട് നിറയ്ക്കുമ്പോഴും അഭിഷേകത്തെ പകരുമ്പോഴും ഒക്കെ ദൈവം ഇതുപോലെ നമ്മളോട് പറയാതെ തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഭയങ്കര തീഷ്ണമായ ഒത്തിരി പ്ലാനുകളാണ്, ഒത്തിരി പദ്ധതികളാണ്. ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ കർത്താവ് ഇതൊക്കെ നൽകി തരുന്നത്. കൃപാവരങ്ങൾ നൽകി തരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ആത്മാവിനെ നമുക്ക് നൽകി തരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മളെ അഭിഷേകം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ദൈവം നൽകി തന്നിരിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമ്മൾക്ക് അത് പ്രവർത്തിപ്പാൻ തക്കവണ്ണം കഴിയുന്നില്ല എങ്കിൽ നമ്മളെക്കുറിച്ച് ദൈവം വേദനിക്കുമോ ഇല്ലയോ? ദൈവം വേദനിക്കും. കാര്യം ദൈവത്തിൻ്റെ അതേ സ്വരൂപത്തിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഇമേജിലാണ് കർത്താവ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേദനിക്കുമെങ്കിൽ ദൈവത്തിനും വേദനിക്കും. കാര്യം ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവം നൽകപ്പെട്ടിരിക്കുന്നത്. ആ ഇമേജ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുമ്പോൾ ആ ഗുണങ്ങളൊക്കെയാണ് നമ്മളിലുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഗുണങ്ങളൊക്കെ ദൈവത്തിലുമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് തീർച്ചയായിട്ടും വേദനയുണ്ടാകും. ഇവിടെ നമ്മൾ തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇവിടെ പൗലോസ് പറയുകയാണ്, അനേകര് ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായിട്ട് നടക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് എത്രത്തോളം വേദന കാണും. തൻ്റെ ഓമനകുമാരനെ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി, ഇത് ദൈവസഭയാണ് കേട്ടോ, ഞാൻ ഇത് പുറം ജാതികളെ പറ്റിയല്ല പറയുന്നത്. ഇതൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ ഇത് നോൺ ബിലീവേഴ്സിനോട് ബന്ധപ്പെട്ട കാര്യമാണെന്നൊന്നും ചിന്തിക്കല്ലേ. ഇത് വിശ്വാസികൾക്ക്, ദൈവസഭയോടാ പറയുന്നത്.
നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, ഈ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകങ്ങളും സുവിശേഷങ്ങളും ലേഖനങ്ങളും ഒക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ഒക്കെ, അത് സഭ, അത് ജനറലി, അത് കോമൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. അത് സഭയുടെ ആരംഭ കാലഘട്ടമാണ്. അന്ന് സഭയായി വരുന്നതേ ഉള്ളൂ. അത് പൊതുവായിട്ടാണ്, ജനറലായിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ ഈ ലേഖനങ്ങൾ പൊതുവായിട്ടല്ല സംസാരിക്കുന്നത്. അത് ദൈവസഭയോട് സ്പെസിഫിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. അത് കൊരിന്ത സഭയായാലും റോമർ സഭയായാലും ഫിലിപ്പീൻസ് ആയാലും കൊരിന്ത ആയാണെങ്കിലും ഗലേഷ്യ ആണെങ്കിലും എവിടെ ആയാലും അത് ദൈവത്തിൻ്റെ സഭയോടെ സംസാരിക്കുന്നത്. ഇത് പൊതുവായിട്ടുള്ള ഒരു സന്ദേശമല്ല. ദൈവത്തിൻ്റെ സഭയെ പണിതെടുക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ സഭയെ ബിൽഡ് ചെയ്യുവാൻ തക്കവണ്ണം, ദൈവസഭയെ കറക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം, ദൈവസഭ എവിടെയാണോ വീണു പോയിരിക്കുന്നത്, ദൈവസഭ എവിടെയൊക്കെയാണോ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്, ആ മേഖലകളെ കണ്ടറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ശുദ്ധിയാത്മാവിനാൽ ദൈവത്തിൻ്റെ സഭയ്ക്ക് കത്തുകളിലൂടെ പൗലോസിനെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ്. കാരണം അവർ മടങ്ങി വരണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമായതുകൊണ്ട്, അവരുടെ ഗുണീകരണവും ശുദ്ധീകരണവും അവരുടെ മടങ്ങി വരും ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ഏറ്റവും വിലപ്പെട്ടതായതുകൊണ്ട് പരിശുദ്ധ ആത്മാവിനാൽ പ്രേരിതനായിട്ട് പൗലോസ് ദൈവസഭയ്ക്ക് എഴുതുകയാണ്. ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ. നമ്മൾ തിമോത്തിയോസിൻ്റെ 2 തിമോത്തിയോസ് ഒന്നെടുക്കണം. അതിൻ്റെ 3-ാമത്തെ അധ്യായമാണ്. ഹല്ലേലൂയ, പ്രൈസ്. അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അതിൻ്റെ ആ പാസേജ് മൊത്തം യഥാർത്ഥത്തിൽ വായിക്കണം. 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. 2 തിമോത്തി ചാപ്റ്റർ 3 verse 10 onwards, 10 to 17 ആണ്. ഒന്ന് വായിക്കാമോ? അതിൻ്റെ 10-ാമത്തെ വാക്യം ഒരാൾക്കൊന്ന് വായിച്ചേ. ആമേൻ, ആമേൻ. അച്ഛൻ ഒരു വാക്ക് എന്ന് വിട്ടു കേട്ടോ. അതിലെല്ലാത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു എന്നുള്ളൊരു വാക്ക് അതിൽ പറയുന്നുണ്ട്. ആമേൻ, ആമേൻ. അച്ഛാ അവിടെ അത്ര മതിയായി. അതിനകത്തൊരു വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർത്ത് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത്. ദൈവത്തിൻ്റെ വചനം, തിരുവെഴുത്ത് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം. അപ്പം നമ്മുടെ രക്ഷയ്ക്ക് നമ്മളെ ജ്ഞാനിയാക്കി മാറ്റുന്നത്, സ്തോത്രം, അത് ദൈവത്തിൻ്റെ വചനമാണ്. അല്ലെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി മാറുവാൻ തക്കവണ്ണം, നമ്മുടെ രക്ഷയുടെ ആ പൂർത്തീകരണത്തിൽ നമ്മൾ നിർത്തുന്ന, രക്ഷയുടെ അനുഭവത്തിൽ നമ്മൾ നിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ വിട്ടുമാറുമ്പോഴാണ്, സ്തോത്രം, നമ്മൾ എന്ത് പറയുന്നത്, ഇങ്ങനെയുള്ള മറ്റ് പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത മാറിയിട്ട് മറ്റ് പലതിലേക്ക് നമ്മൾ മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായി തീരുമാനാക്കുന്നത്. ഹല്ലേലൂയ. ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും, ദൈവത്തിൻ്റെ സഭയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉണ്ടാകേണ്ട കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് ഫേവർ ഷെയർ ചെയ്തൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം വന്നൊരു റിസർച്ചിൻ്റെ റിസൾട്ടാണ് പറയുന്നത്. അവർ ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ചെയ്ത ഒരു റിസർച്ചാണ്. അതിനകത്ത്, ആ റിസർച്ചിനകത്ത് അവർ കണ്ടെത്തിയ ഒരു സത്യം ഇതാണ്. അതായത് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന വ്യക്തികളിൽ ഭയങ്കര രൂപാന്തരം സംഭവിക്കുന്നു. ഒന്നുകൂടെ പറയാം, എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന വ്യക്തികളിൽ വളരെ രൂപാന്തരം കാണുവാൻ തക്കവണ്ണം കഴിയുന്നു എന്ന് ഒരു റിസർച്ചിൻ്റെ റിസൾട്ടാണത്. ഏറ്റവും കുറഞ്ഞത് 4 ദിവസമെങ്കിലും, ഏറ്റവും കുറഞ്ഞത്, സ്തോത്രം, 7 ദിവസത്തിൽ 4 ദിവസമെങ്കിലും ബൈബിൾ വായിക്കുന്നവരുടെ ജീവിതങ്ങളിൽ ഈ വ്യത്യാസം കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഹല്ലേലൂയ. ഇപ്പം നോക്കുക, ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇത് 1, 2, 10, 20 അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കൽ ചർച്ചിലോ നടത്തിയ ഒരു സർവേ അല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കല്ലേ.
ഇത് ആയിരക്കണക്കിന് ആൾക്കാരെ അല്ലെങ്കിൽ അതുപോലെ നൂറുകണക്കിന് സഭകളിൽ സ്തോത്രം പോയി വിസിറ്റ് ചെയ്ത് പല നിലവാരങ്ങളിലും ഒക്കെ ജീവിക്കുന്ന വ്യക്തികളിൽ സ്തോത്രം അത് ബൈബിൾ വായിക്കുന്നവരെയും വായിക്കാത്തവരെയും ഒക്കെ പഠിച്ചിട്ട് അതിൽ നിന്ന് അവർ കണ്ടെത്തിയ ഒരു റിസൾട്ടാണിത്. അപ്പം നിരന്തരമായി അല്ലെങ്കിൽ ദിനംതോറും ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ, വലിയ രൂപാന്തരങ്ങൾ, അവർ പാപത്തിന് വഴികളിൽ വിടുന്നു, അവരുടെ ബിഹേവിയറിൽ മാറ്റം, അവരുടെ ആറ്റിറ്റ്യൂഡുകളിൽ മാറ്റം, അവരുടെ അങ്ങനെ അവരുടെ ജീവിത രീതികളിലൊക്കെ മാറ്റം. അപ്പോൾ ഇൻ എ ഗുഡ് വേയിൽ അവർ നല്ല ഒരു ദൈവ ഭയമുള്ള അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ല ജീവിതത്തിൻ്റെ ഉടമകളായി കാണുന്നതായിട്ട് ആ സ്റ്റഡി അല്ലെങ്കിൽ ആ സർവേ കാണിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത കണ്ടോ? നമ്മൾ ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വന്ന് ഒരു വാക്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഈ കുഞ്ഞുങ്ങൾ പറയുന്ന വാക്കിൻ്റെ ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ വചനത്തിലൂടെയുള്ള വിടുതലുകൾ കുഞ്ഞുങ്ങൾ ഏതൊക്കെ നിലകളിലാണ് അനുഭവിക്കുന്നതെന്ന് ഒരുപക്ഷെ നമുക്ക് ഗ്രഹിപ്പാൻ തവണ കഴിയുന്ന കാര്യമല്ല. ഒരുപക്ഷെ അതിന് ഫലം ഇന്നായിരിക്കില്ല അവർ കാണുന്നത്. അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത്, അവർക്ക് ഏറ്റവും അത്യാവശ്യമായ സമയത്തായിരിക്കും ഒരുപക്ഷെ ആ വചനത്തിൻ്റെ പ്രവൃത്തി അവരിൽ കാണുവാൻ തക്കൊണ്ടെത്തിരും. അതിൻ്റെ റിസൾട്ട് ഒരുപക്ഷെ അന്നേരമായിരിക്കാം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനസ്സൊക്കെ തകർന്നിരിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ച വാക്യങ്ങളും അതല്ലെങ്കിൽ ഏതെങ്കിലും സമയങ്ങൾ നമ്മൾ വായിച്ചതോ പാട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് നമ്മളെ അങ്ങ് തണുപ്പിക്കും. നമുക്കൊരു വലിയൊരു റിലീഫ്, നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം പലപ്പോഴും അത് കാണുവാൻ കഴിയും, ഇല്ലേ? എന്തുകൊണ്ട്? ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം. അതാണ് ദൈവത്തിൻ്റെ വചനം. നമുക്ക് ദൂത് കേൾക്കുവാനാണ് കൂടുതൽ ആഗ്രഹം, നമുക്ക് പ്രവചനം കേൾക്കുവാനാണ് ആഗ്രഹം. അത് താൽക്കാലികമാണ്, അത് ടെമ്പററിയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് ദൂത് കേൾക്കുവാൻ ഇഷ്ടമാണ്, ആഗ്രഹമാണ്, പ്രവചനം കേൾക്കുവാൻ ഇഷ്ടമാണ്, നമുക്കെല്ലാം അഭിഷേകം പ്രാപിപ്പാൻ ഇഷ്ടമാണ്. പക്ഷേ പലപ്പോഴും ഈ അഭിഷേകം ഇതൊക്കെ പ്രാപിച്ചിട്ടും ആ അനുഭവത്തിൽ നിലനിർത്തിക്കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പകർന്നു തന്നത് എന്ന് പോലും അറിയാതെ അത് നമ്മൾ വേസ്റ്റാക്കി പോവുകയാണ്. ഹല്ലേലൂയ. ഇത് പകൽക്കാലം നമ്മളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ വചനത്തെ കവിഞ്ഞ് ഒരൊറ്റ ആലോചനയുമില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിന് അപ്പുറമായിട്ട് ഒരു ദൂതുമില്ല. കാര്യം ഈ വചനം മുഴുവനും പ്രവചനങ്ങളും ദൈവത്തിൻ്റെ ദൂതുകളും ആലോചനകളുമാണ്. ഇതിനപ്പുറമായിട്ട് വേറൊരു ആലോചനയില്ല, ഇതിനപ്പുറമായിട്ട് മറ്റൊരു ദൂതില്ല, ഇതിനപ്പുറമായിട്ട് വേറൊരു പ്രവചനമില്ല. നമുക്ക് ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ദൂതിന് വേണ്ടി, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ ശബ്ദം കേൾക്കേണ്ടതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ മുട്ടുമടക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കോണം കഴിയും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആത്മാവ് നമുക്ക് വേണ്ടുന്ന ദൈവത്തിൻ്റെ വചനം ആ സമയത്ത് നിങ്ങൾക്ക് നൽകി തരും. അതല്ലെങ്കിൽ വ്യക്തികളെ നിങ്ങൾക്ക് അയക്കും. ദൈവത്തിൻ്റെ പ്രവർത്തികൾ കാണുവാൻ നമ്മുടെ തീരുമാനമാകും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഇപ്പോഴൊന്നും അല്ല, ഒരു 10-15 വർഷത്തിന് മുമ്പ് നടന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. സ്വതന്ത്രമല്ലേ, ഞാനൊരു വീട്ടിൽ ഞാൻ അവിചാരിതമായിട്ട് പോയതാണ്. ഒരു വീട്ടിൽ ഞാൻ അവിചാരിതമായിട്ട് പോയതാണ്. അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തതല്ല. ഞാൻ അവിടെ ചെല്ലുമെന്ന് അവരോടും പറഞ്ഞില്ല, ഞാൻ ഒറ്റയ്ക്ക് സ്തോത്രം ഒന്നുമില്ല, ഞാൻ അങ്ങനെ പോവാറില്ല. പക്ഷേ അന്ന് ഞാൻ ഒറ്റയ്ക്ക് ഒരു 10-15 വർഷങ്ങളായി കാണും മിനിമം, അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ ചെന്ന സമയത്ത് ആ വീട്ടിൽ ആ ഒരു ബ്രദറുണ്ട്. ആ ബ്രദറിന് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ബ്രദർ കണ്ണുനീര് ഇങ്ങനെ ഒഴുകുകയാണ്. സ്തോത്രം. എനിക്കറിയില്ല എന്ത് വിഷയം എന്നുള്ള കാര്യം, പക്ഷേ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അതിനുശേഷം ഞാൻ വീട്ടിൽ കയറി. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞറിയാം, ദൈവമായിട്ടാണ് ബ്രദറിനെ ഇങ്ങോട്ട് അയച്ചത്. പ്രൈസ് ഗോഡ്. അതാണ് ആദ്യം പറഞ്ഞ കാര്യം. എന്നിട്ട് എന്നെ പെട്ടെന്ന് വീട്ടിനുള്ളിൽ കയറ്റി. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിപ്പാനായിട്ട് തീരുമാനമായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സ്തോത്രം. ഞാൻ അവിചാരിതമായിട്ട് ആകസ്മികമായിട്ട് ദൈവം എന്നെ ഒരു സ്ഥലത്തേക്ക് അയക്കുന്നു. സ്തോത്രം. ആ വ്യക്തിക്ക് ഒരു പ്രതീക്ഷയും ഇല്ല ഞാൻ ചെല്ലുമെന്ന്. എന്നെ കണ്ടപ്പോൾ സ്തോത്രം തൻ്റെ ഹൃദയം ഒന്ന് ഓപ്പൺ ആകുവാൻ തക്കവണ്ണം, മീൻസ് മറ്റാരോടും പറയാൻ തക്കവണ്ണം കഴിയാത്തൊരു സാഹചര്യ കാര്യങ്ങളായതുകൊണ്ട് തൻ്റെ ഹൃദയം ഒന്ന് ഓപ്പൺ ആകുവാൻ തക്കവണ്ണം ദൈവം ആ സമയത്ത് എന്നെ അയക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചിലപ്പോൾ 1-2 മണിക്കൂർ, എനിക്ക് ഓർക്കുന്നത് എത്ര സമയമാണെന്നുള്ള കാര്യം, 1-2 മണിക്കൂർ ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു, പ്രാർത്ഥിച്ചു, ഞങ്ങൾ ചായ കുടിച്ചു, കാപ്പി കുടിച്ചു. ഞാൻ മടങ്ങി വന്നു. പിന്നീട് ഒത്തിരി വ്യത്യാസങ്ങൾ പിന്നീട് ആ കുടുംബത്തിൽ കാണുവാനായിട്ട് സ്വർഗമടയാക്കി തീർത്തു. അല്ലേ? ഇപ്പം ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. അതിനു വേണ്ടിയിട്ട് നമ്മൾ പുറകെ പോകുകയല്ല, മറിച്ച് നമ്മുടെ അടുത്തേക്ക്. എൻ്റെ ഒരു അനുഭവം ഓർമ്മ ഒന്നുകൂടെ പറഞ്ഞത് മാത്രം. ഇതുപോലെയാണ് പല അനുഭവങ്ങളും. ആയതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ജനമാകും, നമ്മൾ
ബലപ്പെടേണ്ടത്, ശക്തി പ്രാപിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനത്തിലാണ്. ഹല്ലേലൂയ. ഞാൻ ഇത് കുറച്ചും കൂടി എനിക്ക് കാര്യങ്ങൾ പറയാനൊക്കെ ആഗ്രഹമുണ്ട്. എന്നാൽ ഞാൻ അടുത്ത ഒരു പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു പക്ഷെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുണ്ടായില്ല. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഇത് ദൈവം നമ്മളെ കൃപകളെ കൊണ്ട് നിറയ്ക്കുന്നതും അഭിഷേകം ചെയ്തതും കൃപാവരങ്ങൾ നൽകി തരുന്നതും ഒക്കെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അത് ഓർത്തുകൊള്ളണം. നമ്മുടെ ഫെയിമിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ വരുമാന മാർഗം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടല്ല ഇതൊക്കെ ദൈവം നൽകി തരുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ലോകത്തിൽ ജോലി ചെയ്യാം, മറ്റൊത്തിരി കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ദൈവം നമ്മളെ അഭിഷേകം ചെയ്യുന്നത്, കൃപാവരങ്ങളെ കൊണ്ട് നിറയ്ക്കുന്നത്, ആത്മസ്നാനം ചെയ്യുന്നത് കാലിൽ ഇതിനു വേണ്ടിയിട്ടൊന്നുമല്ല. ഇതിലൂടെ ഒന്നും ദൈവത്തിൻ്റെ ഹിതമോ ദൈവത്തിൻ്റെ പ്രവൃത്തികളോ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളോ ഒന്നും ഇതിലൂടെ നിവർത്തീകരിക്കപ്പെടുകയില്ല. ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ ആഗ്രഹം നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ ദൈവം നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണോ അഭിഷേകം ചെയ്തത്, ആ അഭിഷേകത്തിന്റെ പ്രവർത്തികളെ, അല്ല എന്തിനു വേണ്ടിയിട്ടാണോ കൃപാവരങ്ങൾ കൊണ്ട് നിറച്ചത്, ആ കൃപാവരങ്ങളുടെ പ്രവർത്തികളെ നമ്മളിലൂടെ വെളിപ്പെട്ട് ദൈവത്തിന്റെ സഭയ്ക്ക് അത് പ്രയോജനമായി വരുമാറാകണം. അതല്ലാതെ എനിക്ക് കുറച്ച് പൗണ്ട് കൂട്ടുവാനോ, എനിക്ക് വലിയ വീട് വാങ്ങാനോ, എനിക്ക് എൻ്റെ പേര് വലുതാ, ഇതൊക്കെ ചെയ്ത പാപമാണ് ചെയ്യുന്നത്. അത് പാപമാണ്. അതിനകത്ത് ഒരു മഹത്വം ദൈവത്തിനില്ല. അത് വ്യക്തികളാണ് പുകഴുന്നത്. ഹല്ലേലൂയ. ആയതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ സഭ വളരെ 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 ഗൗരവമായിട്ട് വളരെ ദൈവ ഭയത്തോടെ ആയിരിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഈ തിമോഥെയോസിൻ്റെ പുസ്തകം തന്നെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ ഒരു വേദഭാഗമിലേക്ക് വന്നു എന്നുള്ള കാര്യം. ഞാൻ സ്തോത്രം ഒന്നുകൂടെ അതിൻ്റെ 3-ാമത്തെ അധ്യായം സ്തോത്രം അതിൻ്റെ 1 മുതൽ വാക്യം കൂടി ഞാൻ ഒന്ന് വായിക്കുകയാണ്. പിന്നെ അത് കാണിക്കേണ്ട കാര്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്തോ. 2 തിമോത്തി ചാപ്റ്റർ 3 അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അചീന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് അവരുടെ സ്വഭാവങ്ങളൊക്കെ താഴെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു നല്ല ഗുണം നമുക്ക് ഫോളോ ചെയ്യുവാൻ തക്കവണ്ണം കഴിയുന്ന ഏതെങ്കിലും നല്ല ഗുണം നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്ന് പകലിൽ ഈ വചനം പറയുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ വിവേചിപ്പാൻ തക്കവണ്ണം കഴിയുമാറാകട്ടെ. ഹല്ലേലൂയ. വിവേചിപ്പാൻ തക്കവണ്ണം കഴിയട്ടെ. വ്യക്തി ജീവിതങ്ങളെ തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. കർത്താവിന് പറഞ്ഞു ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നതിന് ഫലം കൊണ്ടാണ്. ഹല്ലേലൂയ. ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ്. ഫലമില്ലാത്ത വൃക്ഷം അല്ലെങ്കിൽ ഫലം ദോഷമായത് പ്രയോജനമില്ലാത്ത ഫലമാണ് ആ വൃക്ഷം പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ വൃക്ഷത്തെ സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദോഷം വരുത്തുന്ന ഫലമാണ് ഒരു വൃക്ഷത്തിൽ നിന്ന് വരുന്നു എങ്കിൽ നിങ്ങൾ ആ വൃക്ഷത്തെ സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. അതല്ലാതെ സ്തോത്രം അത് നല്ലതാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ പോയിട്ട് സ്തോത്രം പിന്നീട് ദുഃഖിപ്പാനിട വരരുത്, പിന്നീട് ലജ്ജിപ്പാനിട വരരുത്, പിന്നീട് കരയുവാനിട വരരുത്, പിന്നീട് വഞ്ചിക്കപ്പെട്ടു പോയല്ലോ എന്ന് പറയുവാനിട വരരുത്, തെറ്റുപറ്റി പോയല്ലോ എന്ന് പറയുവാൻ ഇട വരരുത്. കർത്താവ് നമുക്ക് ബുദ്ധി നൽകിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ല, കർത്താവ് നമുക്ക് ബുദ്ധിയും ജ്ഞാനവും നൽകപ്പെട്ടിരിക്കുന്നത് അത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ തക്കോണം കഴിഞ്ഞില്ല എങ്കിൽ ദൈവം നമുക്ക് നൽകിയ ജ്ഞാനവും നമ്മുടെ അറിവും നമ്മുടെ ബുദ്ധിയും ഒക്കെ അത് വൃഥാവാണ്. നമ്മൾ പിന്നെ എന്തിനാണ് ഇത്രത്തോളം ബുദ്ധിയുള്ളവരായി ജ്ഞാനമുള്ളവരായി ഇത്രത്തോളം കഴിവും ഒക്കെ നൽകി നമ്മൾ എന്തിനാണ് കർത്താവ് സൃഷ്ടിച്ചത്? അത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേറെ ഒരാളിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചിന്തിക്കണം. കാണുന്നതെല്ലാം നമ്മുടെ മലയാളത്തിൽ ചൊല്ലുണ്ട്, മിന്നുന്നതൊന്നും പൊന്നല്ല, വെളുത്തതെല്ലാം പാലല്ല എന്നൊക്കെ ചൊല്ലുകൾ നമുക്ക് കാണുമ്പോഴത്തേക്ക് ഇവിടെയുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നറിയാമോ? ഇത് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ എനിക്കത് ഇല്ല, കാരണം എനിക്ക് കോമൺ ആയിട്ട് പറയാൻ കഴിയുകയില്ല. അതുപോലെയുള്ള കാര്യങ്ങൾ ഈ ആത്മീയ മേഖലകളിൽ നടക്കുന്നു, പുൽപ്പിറ്റുകളിൽ നടക്കുന്നു, ദൈവസഭകളിൽ നടക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ ജനം വഞ്ചിക്കപ്പെടുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മകളെല്ലാം എന്താ പറയുന്നത്, വേസ്റ്റാക്കി കളയുന്നു. സ്തോത്രം. വീടുകളിലൊക്കെ നൂണ് കടന്നിട്ട് ഇങ്ങനെ വായിക്കുന്നു, വീടുകളിൽ നൂണ് കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത, എങ്ങനെയൊക്കെയാ പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അവർ അധികം മുഴുക്കയില്ല.
മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. ഹല്ലേലൂയ. ഒരു മാസത്തിന് മുമ്പ് ഒരു സംഭവം മാഞ്ചസ്റ്റർ നടക്കുകയുണ്ടായത്. ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ പറയുന്നില്ല. സാർ ഒരു മാസമേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഡിസംബർ മാസം നടന്ന ഒരു സംഭവമാണ്. ഹല്ലേലൂയ. ഭയങ്കര ശുശ്രൂഷയാണ്. എന്നെയും വിളിച്ചായിരുന്നു നമ്മുടെ ചർച്ച വിളിക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊരു പ്രേരണ ലഭിച്ചില്ല, ഞാൻ വിളിച്ചില്ല. ഹല്ലേലൂയ. ഭയങ്കര ശുശ്രൂഷയാണ്. ഇതാ പറയുന്നത്, ഭയങ്കര സംഭവമാണ്, ഭയങ്കര ശുശ്രൂഷയാണ്. ഇതാണ് റെഫറൻസ് കിട്ടുന്നത്. ഹല്ലേലൂയ. മാഞ്ചസ്റ്ററിൽ വന്ന് ശുശ്രൂഷ, നമ്മുടെ ചർച്ചയിലല്ല, വേറെ ചർച്ചകളിൽ. അവസാനം ആ ചർച്ചക്കാർ തന്നെ രായ്ക്കിരാമനും കയറ്റി വേണ്ടി വന്നു. ഹല്ലേലൂയ. ഭയങ്കര ശുശ്രൂഷയാണ്. ശരിയല്ല എന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കത്തില്ല. അതുപോലെ ശുശ്രൂഷ, ഭയങ്കര ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. എന്തായി ശുശ്രൂഷ? എന്ത് ശുശ്രൂഷകളാണ്? ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത്, ശബരിമലയിൽ പോയാൽ അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ഇന്ന് ധാരാളം ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. ആയതുകൊണ്ട് ദൈവത്തിന്റെ ജനം, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ എനിക്ക് നൽകി. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ചില നാളുകളായി, ചില വർഷങ്ങളായി ഇപ്പൊ ദൈവസഭയൊക്കെ ഒന്ന് മടങ്ങി വരുന്ന കോണം തുടങ്ങി. പ്രവചനങ്ങൾക്കും ആത്മീയ ശുശ്രൂഷകൾക്കുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സഭകളൊക്കെ ഇപ്പോൾ ദൈവത്തിന്റെ വചനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തൊക്കണം തുടങ്ങി. കാര്യം അവർക്ക് മനസ്സിലായി, അവരെല്ലാം വഞ്ചിക്കപ്പെടുന്നു. ഇവരുടെ ജീവിതം പിന്നീട് ഇവരൊന്നും കറക്റ്റല്ല എന്ന് പലവിധമായ കാര്യങ്ങൾ കേട്ടിട്ട് ഇപ്പം ദൈവത്തിൻ്റെ സഭയൊന്നും മടങ്ങി വരാൻ തൊക്കണം തുടങ്ങി. ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. കാരണം ഈ ദൈവത്തിൻ്റെ വചനമല്ലാതെ നമ്മളെ മെൻഡ് ചെയ്യുവാൻ, നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മളെ പണിയുവാൻ, നമ്മൾക്ക് അനുഗ്രഹങ്ങൾ തരുവാൻ, നമുക്കൊരു നല്ല ജീവിതശൈലി ഉണ്ടാക്കുവാൻ, നമ്മളെ നല്ല മനുഷ്യരാക്കി മാറ്റുവാൻ, അതിലൊക്കെ ഉപരിയായി നമ്മളെ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ ഈ ദൈവത്തിൻ്റെ വചനത്തിനല്ലാതെ മറ്റൊരു ദൂതുകൾക്കും കഴിയുകയില്ല. ഓരൊറ്റ ദൂതുകൾക്കും, ഒരൊറ്റ പ്രവചനങ്ങൾക്കും, ഒരൊറ്റ ആലോചനകൾക്കും ഒന്നും നമ്മളെ സ്വർഗത്തിൽ കൊണ്ട് എത്തിപ്പെടാൻ കഴിയുകയില്ല ഈ ദൈവത്തിൻ്റെ വചനത്താലല്ലാതെ. ആയതുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ ശുദ്ധിയുള്ളവരായി തീരുമാറാകണം. ഈ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ കറക്റ്റ് ചെയ്യപ്പെടുമാറാകണം. ഹഗായി പ്രവാചകന്റെ പുസ്തകം വായിക്കുന്ന സമയത്ത് ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ നന്മകളൊക്കെ ഓട്ടസഞ്ചിയിൽ ഇടുന്നത് പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആലയത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല കേട്ടോ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്തും നോർമൽ ഡ്യൂട്ടി ചെയ്തും ഒക്കെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുക, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നീഡ്സൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ തക്കവണ്ണം എക്സ്ട്രാ ഡ്യൂട്ടിയൊക്കെ ചെയ്താണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ദൈവദാസന്മാരൊക്കെ വന്നിട്ട് കുറേ ആലോചനകൾ പറഞ്ഞിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഇവർക്കും കൊടുത്തു. അങ്ങനെ കൊടുക്കുന്നതൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് അതിനൊരു റിട്ടേണും കിട്ടുകയില്ല. അതൊക്കെ ഓട്ടസഞ്ചി ഇടുന്നത് പോലെ തന്നെയാണ്. മനസ്സിലായോ? ഇതെല്ലാം ഓട്ടസഞ്ചി ഇടുന്നത് പോലെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ബുദ്ധിയുള്ളവരായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിറവിൽ, ആ ഒരു പക്വതയിൽ, ആ ഒരു പരിജ്ഞാനത്തിൽ സ്തോത്രം നമ്മൾ ആയിത്തീരുന്ന ഗുണം കഴിയുമാറാകണം. ഞാൻ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ ഒരു ഭാഗമാണ് ഞാൻ വായ്പണ്ട ഗുണം ആഗ്രഹിക്കുന്നത്. അതിനാൽ നമ്മളെ ആരും തെറ്റിച്ച് കളയുന്ന ഗുണം കഴിയാതെ വണ്ണം സ്തോത്രം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ കാണുമ്പോൾ നമ്മൾ അവരെ തിരിച്ചറിഞ്ഞിട്ട്, സ്തോത്രം ഹല്ലേലൂയ, ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവർ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന്, ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്ന കൂട്ടരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ നാശം, അവരുടെ ലക്ഷ്യം മൊത്തവും അവരുടെ വയറാണ്. അവർ ഈ ഭൂമിയിലുള്ളത് മാത്രം അന്വേഷിച്ച് നടക്കുന്നവരാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഇവരുടെ ആലോചന കേട്ടോ, എല്ലാം ഈ ഭൂമിയിലുള്ള കാര്യങ്ങളാണ്. അവരുടെ ആലോചനകൾ മൊത്തം കൂടുതലും ഭൂമിയിലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് തന്നിക്കുന്നതാണ് ഇല്ലേ? നമ്മൾ ചിന്തിക്കുക, നിങ്ങൾ ജോലി ചെയ്യുന്നു, നിങ്ങൾക്കൊരു കാർ വാങ്ങാൻ പ്രാപ്തിയില്ലേ?
സ്തോത്രം. അത് ദൈവം നിങ്ങളുടെ പരിജ്ഞാനമാണ്. നിങ്ങൾക്ക് എത്ര വലുപ്പമുള്ള കാറ് വാങ്ങണമെന്നുള്ളത് നിങ്ങളുടെ നന്മയാണ്. നിങ്ങൾക്ക് പ്രാപ്തിയുണ്ടോ? നിങ്ങൾ 1,00,000 പൗണ്ടിൻ്റെ കാറ് വാങ്ങരുത്. നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ 5,000 പൗണ്ടിൻ്റെ കാറ് വാങ്ങരുത്. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആ ദൈവം നമുക്ക് തന്നെ പരിജ്ഞാനത്തിൽ നിന്നും കൂടെ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരു ദൈവദാസം എന്നൊരു ആലോചന വേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു നല്ല വീട് വാങ്ങണമോ? നിങ്ങളുടെ നന്മയ്ക്ക് നിന്നുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാവുന്ന ഏറ്റവും ബെസ്റ്റായത് വാങ്ങണം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ചെയ്യാറുണ്ട്, എൻ്റെ പ്രാപ്തിയിൽ നിന്നുകൊണ്ട് ഞാൻ ഏറ്റവും ബെസ്റ്റാതെ ഞാൻ ചെയ്തുള്ളൂ. എൻ്റെ പ്രാപ്തിയിൽ നിന്നുകൊണ്ട്, അത് വാഹനമായാലും വീടായാലും വസ്ത്രമായാലും ഫുഡായാലും എന്തായാലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ കൊടുക്കത്തുള്ളൂ. നമ്മുടെ പ്രാപ്തിയിൽ നിന്നുകൊണ്ട് ബെസ്റ്റ്. അത് കുഞ്ഞുങ്ങളെയും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രവാചകൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത്. ആ ബുദ്ധി നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യണം. അവസാനം നമ്മൾ ബുദ്ധി ഇല്ലാത്തവരായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ദൈവാലോചനയാണ്, പ്രവചനമാണ്, ദൈവനോട് ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനും ചെന്ന് പെട്ടിട്ട് അവസാനം ദൈവത്തിൻ്റെ സ്ഥലത്തിൽ കുത്തിയിരുന്ന് കരയേണ്ടതായിട്ട് വരും. ആയതിനാൽ പരിജ്ഞാനം, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച സമയത്ത് പറഞ്ഞു, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തെ വിഷയമൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് പോയതാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവൻ നയിപ്പാൻ തവണ കഴിയുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്, കർത്താവിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം നമ്മൾ കർത്താവിനോട് കൂടെ യുഗായുഗങ്ങൾ സ്തോത്രം വാഴണം, നിത്യതയിൽ വാഴണം എന്നുള്ളതാണ്. അതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. ഇതാണ് അൾട്ടിമേറ്റ് എയിം. ഈ ഭൂമിയിൽ ഉള്ളതെല്ലാം നമ്മുടെ അവകാശമാണ്. കർത്താവ് നമുക്ക് നൽകി തരും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവമായ കർത്താവേ, യേശുവേ, കർത്താവേ, അപ്പാ, ഈ നൽകപ്പെട്ട വചനം എൻ്റെ സഹോദരങ്ങൾക്ക്, കർത്തവ്യദാസന്മാർക്ക്, ദൈവസഭയ്ക്ക്, കുഞ്ഞുങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരുവാൻ അപ്പാ നീ സഹായിക്കണം. ഈ വചനത്തിന് ശക്തി ഞങ്ങളുടെ പകരപ്പെടുമാറാകണം. പിതാവേ, ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകുവാൻ, ഞങ്ങൾ കബളിപ്പിക്കപ്പെടുവാൻ പിതാവേ ഓരൊറ്റ വ്യക്തിയെയും കർത്താവേ അനുവദിക്കല്ലേ. ദൈവഗീതമല്ലാത്ത ആലോചനകളോ, ദൈവഗീതമല്ലാത്ത പ്രവചനങ്ങളോ, ദൈവഗീതമല്ലാത്ത ശുശ്രൂഷകളോ യേശുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പോലും ഒരൊറ്റ വ്യക്തികളിലും ഉണ്ടാകുവാൻ അനുവദിക്കാതെ അപ്പാ നിൻ്റെ വലിയ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണം. കർത്താവേ, ഈ സഭ നിൻ്റെ വകയാണ്. യേശുവേ, അങ്ങയുടെ വകയാണ് ഈ സഭ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അങ്ങയുടെ വകയാണ്. അങ്ങാണ് കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി രക്തം ഊറ്റി നൽകിയത്. അങ്ങയുടെ രക്തത്താലാണ് ഞങ്ങളെല്ലാവരും വിടുവിക്കപ്പെട്ടത്. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ വകയാണ്. യേശുവേ, ഞങ്ങൾ അങ്ങയുടെ വകയാണ്. ആയതുകൊണ്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. അപ്പോൾ അങ്ങയുടെ വാഗ്ദത്ത പ്രകാരം എല്ലാ നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെ പിന്തുടരുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം പോലെ ഈ ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും കർത്താവേ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങളെ ഫോളോ ചെയ്യത്തക്ക വണ്ണമുള്ള ദൈവികമായ നന്മകൾ ഇവിടെ നിറയ്ക്കണമേ. അതിനാൽ ദൈവസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.